ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ഡെയിലി ഡിസൈൻസ്. ഇന്ന് ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ചെയ്യാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാം. കട്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സും ലീഫും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. അത് നമുക്ക് ആരി വർക്ക് പഠിക്കണമെന്നൊന്നുമില്ല, നോർമൽ നീഡിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് കട്ട് ബീഡ്സും അതുപോലെ തന്നെ ഒരു റെയിൻബോ ഷെയ്ഡ് ഉള്ളതാണ് കേട്ടോ. പിങ്ക് ഷെയ്ഡിൽ ഫ്ലവറും റെയിൻബോ കളറിൽ നമുക്ക് ലീഫും കൂടെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ വർക്കിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതൊരു അബായ ഗൗണാണ് കേട്ടോ. ഇതിൽ നമ്മൾ എന്താണ് ചെയ്യാൻ വിചാരിക്കുന്ന ഡിസൈൻ എന്ന് വെച്ചാൽ അതൊരു ട്രേസ് പേപ്പറിൽ നമ്മൾ ഇവിടെ വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള ഒരു ഡിസൈനാണ് ഫ്ലവർ ലീഫ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലവറും ലീഫും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ കാർബൺ പേപ്പർ താഴെ വെച്ചതിന് ശേഷം മറിച്ച് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ വരക്കുന്ന ഡിസൈൻ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ചിട്ട് അത് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മുട്ടുസൂചി വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ വരക്കുക അല്ലെങ്കിൽ നമ്മൾ കൈയെ തട്ടിയിട്ട് അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അതൊരു വിഷയമാകും. ഞാൻ അധികവും ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ വരക്കാറുള്ളത്. പക്ഷേ ഒരു ഫ്ലവറിൽ തന്നെ 2, 3 അല്ലെങ്കിൽ ഇതുപോലെ ഒരേ സെയിം ആയിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ സെയിം ആയിട്ട് തന്നെ വേണം ഫ്ലവറും ലീഫൊക്കെ. അപ്പോൾ നമ്മളൊരു ഫ്ലവർ വലുതും ഒരു ഫ്ലവർ ചെറുതും ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ വരച്ചിട്ട് ഒന്നെങ്കിൽ ട്രേസ് പേപ്പറിൽ അതുപോലെ വരച്ചിട്ട് കോപ്പി ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജോർജറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ജോർജറ്റിൽ നമ്മൾ ലൈനിങ്ങൊക്കെ വെക്കാത്തതാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ ചിത്രം വരച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കഴിഞ്ഞാലും ജോർജറ്റ് ആകുമ്പോൾ നമുക്ക് തെളിഞ്ഞ് കാണും. അപ്പോൾ ആ ഒരു കാഴ്ചയിൽ നമുക്ക് ചോക്ക് വെച്ചിട്ടൊക്കെ വരച്ചെടുക്കാം കേട്ടോ. പല മെത്തേഡുകളും ഉണ്ട് കേട്ടോ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു വരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതൊന്ന് നമുക്ക് നമ്മുടെ ചോക്ക് വെച്ചിട്ടൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നോർമൽ നീഡിൽ നമ്പർ 10 ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ തുന്നിയെടുക്കാം. നമ്മൾ ഒരു കട്ട് ബീഡ്സ് ചെയ്ത ശേഷം അതിൻ്റെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം അടുത്ത സൂചി താഴേന്ന് കുത്തി വലിച്ചെടുത്തിട്ട് ആ സെയിം കട്ട് ബീഡ്സിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ തുന്നിയിട്ട് താഴേക്ക് കുത്തി വലിച്ചെടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഈ വരച്ചെടുത്തതിൻ്റെ അതേ ഷേപ്പിലൂടെ നമ്മൾ ഓരോ കട്ട് ബീഡ്സ് ആയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ നിങ്ങളത് ശരിക്കും അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സിമ്പിളായിട്ട് തോന്നും കേട്ടോ. എപ്പോഴും ചെയ്യണം എന്നല്ല, നമ്മൾ ചെയ്ത് നമുക്കതൊരു റിലാക്സ്ഡ് ആകുമ്പോൾ നമ്മളതിലേക്ക് അങ്ങോട്ട് മെർജായിട്ടുണ്ടാവും. ഇത് ഓരോ കട്ട് ബീഡ്സ് അല്ലാതെ 2 നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒന്ന് യൂസ് ചെയ്ത് തയമ്പിച്ചതിന് ശേഷം മാത്രമേ 2 എടുക്കാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്കതൊരു ലെവലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സർക്കിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് കൊടുത്തിട്ടുള്ള ഇതളുകളാണ് കേട്ടോ. ഞാനിവിടെ 5 ഇതളുകളാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 ഒക്കെ എടുക്കാം കേട്ടോ. 6, 4, 5 ഒക്കെ എടുക്കാം കേട്ടോ. നമ്മൾ ഇതളുകൾ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വലുപ്പം കുറയും. പക്ഷെ 5, 6 അതാണ് ഒരു മിനിമം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതും അതുപോലെ തന്നെ നമ്മൾ ഓരോ കട്ട് ബീഡ്സ് എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു ഇതളിന് ചുറ്റും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഓരോന്ന് ചെയ്യുമ്പോഴും നന്നായിട്ട് വലിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ടൈറ്റ് ആവണം. ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ ലൂസായി കിടന്നാൽ അതിങ്ങനെ പൊന്തി നിൽക്കും കേട്ടോ. അപ്പോൾ പൊന്തി നിൽക്കുമ്പോൾ ആ ഒരു ഷേപ്പോ അല്ലെങ്കിൽ ആ ഒരു ഫിനിഷിങ്ങോ ഒന്നും കിട്ടില്ല. നമ്മൾ ഓരോ കട്ട് ബീഡ്സ് എടുത്തതിന് ശേഷം ഇങ്ങനെ വലിക്കൂല. ആ വലിക്കുന്നത് കുറച്ചങ്ങോട്ട് നല്ല ടൈറ്റാക്കി വലിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഈ ഒരു ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലായിട്ട് നമ്മൾ കട്ട് ബീഡ്സ് തന്നെയാണ് കേട്ടോ ഫില്ല് ചെയ്യണത്. 3 കട്ട് ബീഡ്സ് ആണ് നമ്മളിത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ എൻ്റെ പോർഷനിലും തുടങ്ങിയിട്ട് മുകളിലേക്ക് ഒരു ഇത് എടുക്കുക, എന്നിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 3 കട്ട് ബീഡ്സും അതുപോലെ തന്നെ 3 ലൈനുമാണ് നമ്മളിത് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഹാൻഡ് വർക്കുകളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ആരി വർക്കൊന്നും അറിയില്ല, അതൊക്കെ പഠിക്കാൻ ഒരുപാട് സമയം വേണം. അത് പഠിച്ചെടുത്താലും അത് ചെയ്തെടുത്ത് വരുമ്പോഴത്തേനൊക്കെ നമ്മൾ സീറ്റിംഗ് ആയാൽ മാത്രമേ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവില്ല എല്ലാവർക്കും. പക്ഷേ ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ നോർമൽ കട്ട് ബീഡ്സ് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ തുന്നുന്നതും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മുത്തൊക്കെ തുന്നാൻ നിങ്ങൾക്ക് അറിയില്ലേ, ആ ഒരു എക്സ്പീരിയൻസ് മാത്രം മതി കേട്ടോ. ഇതുപോലെ നമ്മളുടെ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യാനൊക്കെ ഒരു ബൊട്ടീക്കിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു തുന്നുന്നതിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഹോം ബൊട്ടീക്കായിട്ട് ചെയ്ത് കൊണ്ട് പോകുന്നത് വീട്ടിലിരുന്ന് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ അറബിക് ഗൗണിനൊക്കെ പല പേജുകളിലും നല്ല റേറ്റാണ്, നിങ്ങളുടെ മാത്രമേ കുറവുള്ളൂ എന്നൊക്കെ. പക്ഷേ അതൊക്കെ നമുക്ക് അത്ര അഫോർഡായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഓരോന്ന് ചെയ്തു തരുന്നത്. നമ്മളുടെ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഫിനിഷിങ്ങോടെ തന്നെയാണ് കേട്ടോ നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നടുവിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഇത് വരുന്നിടത്ത് ഒന്നും കൂടി കട്ട് ബീഡ്സ്, വേറെ ഏതെങ്കിലും കളർ കട്ട് ബീഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോണൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഭംഗിയിലാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ഒരു പാഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ക്ഷമ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ലീഫ് കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്ലവറും ലീഫും രണ്ടും സെപ്പറേറ്റ് വീഡിയോസൊക്കെ ആക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഒന്നിനും സമയം കിട്ടുന്നില്ല കേട്ടോ. ഇപ്പം ഇന്നലെയും മിന്നാന്നൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഒരുപാട് പേര് അങ്ങനെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എൻക്വയറി ചെയ്യുന്നുണ്ട് കേട്ടോ, ഇന്നത്തെ വീഡിയോ ഇല്ലാതെന്നൊക്കെ ചോദിച്ചിട്ട്. നമുക്ക് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളത് തന്നെയുണ്ട് നമ്മുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ലീഫ് ഞാൻ ഇതുവരെ നമ്മുടെ പേജിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. നോർമലായിട്ടുള്ള 3 കട്ട് ബീഡ്സ് നമ്മൾ ഒറ്റ സിംഗിൾ ആയിട്ടാണ് എടുക്കുക കേട്ടോ. 3 എണ്ണം എടുത്തിട്ട് ഇതുപോലെ രണ്ടാമത്തെ നമ്മളുടെ എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്താന്നിങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ നമ്മളുടെ ഈ 3 കട്ട് ബീഡ്സ് എടുത്തതിൻ്റെ ഭാഗത്തു നിന്ന് രണ്ടാമത്തെ കട്ട് ബീഡ്സിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ, ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും നമ്മൾ ഇതുപോലെ എടുത്തിട്ട് വീണ്ടും 3 കട്ട് ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ താഴേക്കായിട്ടാണ് കുത്തിയെടുത്ത് വലിച്ചെടുക്കുന്നത്. അത് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. നമ്മൾ ആദ്യം ഒരു സൈഡിൽ നിന്ന് എടുത്തു, അത് രണ്ടാമത്തെ കട്ട് ബീഡ്സിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഭാഗത്തു നിന്നും രണ്ടാമത്തെ കട്ട് ബീഡ്സിൻ്റെ ഭാഗത്തു നിന്ന് 3 കട്ട് ബീഡ്സ് തന്നെ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ, ഇത് തന്നെ ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പായിട്ടോ. ഇതിന്മേൽ നമുക്ക് നിർത്താം. ഒരു ചെറിയ ഫ്ലവറും ചെറിയ ലീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ. ഇത് തന്നെ നമുക്ക് ഒരു ലീഫിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് കാര്യമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇത് നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ലീഫാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തന്നെ തായ് ഭാഗത്തേക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോവുക കേട്ടോ. 3 എടുക്കുക, അതിൽ മൂന്നാമത്തേന്ന് രണ്ടാമത്തേന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും എടുത്തിട്ട് നേരെ നടുവിലേക്ക് കുത്തിയെടുക്കുക കേട്ടോ. ഇത് കുറച്ച് വലുതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തായ് ഭാഗത്തേക്ക് അങ്ങനെ ചെയ്തു പോവാം. എത്രത്തോളം വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അത്ര കേട്ടോ. ചിലപ്പോൾ ഈ 3 കഴിഞ്ഞിട്ട് 4 ഇതൊക്കെ നമുക്ക് ലീഫിൻ്റെ ഷേപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന്മേൽ നിന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. തായ് ഭാഗത്തേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഈ 4 ആയാലും 5 ആയാലും ഒക്കെ നമുക്ക് ലീഫിൻ്റെ ഒരു ഷേപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇത് കുറച്ച് ഹെവി ആയിട്ട് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ലീഫാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ കേട്ടോ. ഇത് ലാസ്റ്റ് ഭാഗത്ത് ഞാൻ ഇത്ര വെച്ചിട്ട് എൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു 6 എണ്ണമൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 4 വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഇതേപോലെ തന്നെ 3 ലീഫായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് നടുഭാഗത്തും പിന്നെ 2 ഭാഗത്ത് 2 സൈഡിലുമായിട്ടാണ് കേട്ടോ ഈ ഫ്ലവറിന് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കസ്റ്റമർ തന്ന റെഫറൻസ് പിക്കിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ നിങ്ങളുടെ ഫ്ലവറിനെ ചാരിയിട്ട് ഫ്ലവറിനെ അടുപ്പിച്ചിട്ട് ഒരു ലീഫ് ഇതുപോലെ ഒന്ന് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണേ. അപ്പോൾ നമ്മുടെ ലീഫ് ഇവിടെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ DM ചെയ്യാനും മറക്കണ്ട. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടാനും മറക്കണ്ട കേട്ടോ. ഇതുപോലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കല്ലേ. താങ്ക്